Hello all, welcome to part 1 video lecture of UML. In this video, we will see an introduction of UML. UML stands for Unified Modeling Language. UML, Unified Modeling Language, is a standard language for specifying, visualizing, constructing, and documenting the artifacts of software system. Software systemത്തിലെ പല മോഡലിംഗ്, അത് റിക്വയർമെന്റ് മോഡലിംഗ് ആകാം, ബിഹേവിയറൽ മോഡലിംഗ് ആകാം, കൺട്രോൾ ഫ്ലോ ഇൻഫോർമേഷൻസിന്റെ മോഡലിംഗ് ആകാം, അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ ഇൻഫോർമേഷൻസിന്റെ മോഡലിംഗ് ആകാം. ഇതെല്ലാം സ്പെസിഫൈ ചെയ്യാനും അതിനെ ഒരു വിഷ്വൽ ഡോക്യുമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് UML എന്ന് പറഞ്ഞ language. UML was created by Object Management Group. UML 1.0 specification draft was proposed to OMG in January 1997. UML language ആര് ക്രിയേറ്റ് ചെയ്ത് OMG എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ജാനുവരി 1997 ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ ഡ്രാഫ്റ്റ് പ്രപ്പോസ് ചെയ്തത്. UML stands for Unified Modeling Language. UML is different from other common programming languages such as C++, Java, COBOL, etc. UML എന്നൊരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാലും അതൊരു പ്രോഗ്രാമിംഗ് സൈഡിലോട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയി കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ ഒരു ലാംഗ്വേജ്. ഇതിന്റെ മെയിൻ പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മോഡലിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഡിസൈനിങ് ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനും ഒക്കെയാണ് മെയിൻലി UML ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുക. UML is a pictorial language used to make software blueprints. ഒരു സോഫ്റ്റ്വെയറിന്റെ ബ്ലൂ പ്രിന്റ്സ്, അതായത് സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിൽ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് UML. അതുകൊണ്ട് തന്നെ UML നമ്മൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് എന്നൊന്നുമല്ല നോർമലി പറയുന്ന പേര് പിക്ടോറിയൽ ലാംഗ്വേജ് എന്നാണ്. UML can be described as a general purpose visual modeling language. അപ്പോൾ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലെ അതിന് പകരം വിളിക്കുന്ന പേര് എന്താണ്? പിക്ടോറിയൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ വിളിക്കാവുന്ന പേരാണ് ജനറൽ പർപ്പസ് വിഷ്വൽ മോഡലിംഗ് ലാംഗ്വേജ്. ഈ ജനറൽ പർപ്പസ് വിഷ്വൽ മോഡലിംഗ് ലാംഗ്വേജിന്റെ പർപ്പസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ടു വിഷ്വലൈസ്, സ്പെസിഫൈ, കൺസ്ട്രക്ട് ആൻഡ് ഡോക്യുമെന്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം. നമ്മളുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ, അതിനെ പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യാൻ, അതിന്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിക്ടോറിയൽ ലാംഗ്വേജ് ആണ് UML എന്ന് പറഞ്ഞ ലാംഗ്വേജ്. പലപ്പോഴും ഒരു റിട്ടൺ ഡോക്യുമെന്റിലും നമുക്ക് പല കാര്യങ്ങളും ഒരു പിക്ചർ വെച്ച് മനസ്സിലാക്കൽ ഈസിയാണ്. സോ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന്റെ പല ഫീച്ചേഴ്സും പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യാൻ, അതിൽ ഡേറ്റ ഫ്ലോ ആകാം, അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് മോഡലിംഗ് എലമെന്റ്സ് ആകാം, ഇങ്ങനെ പലതും പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് UML എന്ന് പറഞ്ഞ പിക്ടോറിയൽ ലാംഗ്വേജ്. Although UML is generally used to model software systems, it is not limited within its boundary. It is also used to model non-software systems as well. ഇതിനൊരു എക്സാമ്പിൾ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മാത്രം യൂസ് ചെയ്തൊരു ലാംഗ്വേജ് അല്ല UML എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ഒരു നോൺ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ മോഡലിങ്ങിനും വിഷ്വലൈസേഷനും നമുക്ക് UML യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിൽ അവരുടെ പ്രോസസ് ഫ്ലോ പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യാൻ UML ലാംഗ്വേജ് യൂസ് ചെയ്യാം. As UML describes a real-time system. ഒരു റിയൽ ടൈം സിസ്റ്റത്തിനെ പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും we can use UML. It is very important to make a conceptual model then proceed gradually. എപ്പോഴും നേരിട്ട് മാനുഫാക്ചറിങ് ചെയ്യാതെ അല്ലെങ്കിൽ നേരിട്ട് കോഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു മോഡൽ അല്ലെങ്കിൽ അതിനെ വൃത്തിയായിട്ടൊന്ന് ഡിസൈൻ ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഒരു മോഡലിംഗ് ചെയ്തതിന് ശേഷം proceed ahead. The conceptual model of UML has 3 major elements. ഒരു UMLന്റെ conceptual model എടുത്താൽ അതിൽ 3 major elements ആണുള്ളത്. ആ 3 major elements ആണ് താഴെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്.
UML building blocks, rules to connect the building blocks, common mechanisms of UML. UML അല്ലെങ്കിൽ UML ലാംഗ്വേജ് വെച്ച് ഇതൊക്കെ പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഫ്ലോ ചാർട്ടിനൊക്കെ സിമ്പിൾസ് ഉണ്ട്. അതേപോലത്തെ സിമ്പിൾസ് ആണ് UML ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ബിൽഡിംഗ് ബ്ലോക്സ് തമ്മിൽ കണക്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫ്ലോ ചാർട്ടിലായാലും ഓരോ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്, ഈ ഓരോ സിമ്പിൾസ് തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി ചില റൂൾസ് ഉണ്ടാവും, ചില പിക്ടോറിയൽ റെപ്രസെന്റേഷൻസ് ഉണ്ടാവും. അതാണ് റൂൾസ് ടു കണക്ട് ദ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹൗ കോമൺ മെക്കാനിസംസ്, ഈ ബിൽഡിംഗ് ബ്ലോക്കും ഈ റൂൾസും കണക്ടിവിറ്റിയും എല്ലാം എങ്ങനെയാണ് UML വഴി ഇംപ്ലിമെന്റ് ചെയ്യുക. The building blocks of UML. അത് നമുക്ക് ആദ്യം കാണാം. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് UML 3 മേജർ കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുക. തിങ്സ്, റിലേഷൻഷിപ്സ് ആൻഡ് ഡയഗ്രംസ്. എല്ലാത്തിനും സിമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. Initially, things. Things, one of the most important building block of UML. Things can be structural things, behavioral things, grouping things, and annotational things. Structural things. Structural things are something that define static part of the model. അതായത് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാത്ത ഒരു തിങ്ങിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ തിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡേറ്റാബേസ്, ക്ലാസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും സ്ട്രക്ചറൽ തിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പൊ അത് റെപ്രസെന്റ് സം ഫിസിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ എലമെന്റ്സ്. ഇപ്പൊ ഒബ്ജക്ട് ആൻഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ റിയൽ ലൈഫിലെ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി ക്ലാസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ എലമെന്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്ച്വൽ എലമെന്റ് ആണ് എപ്പോഴും സ്ട്രക്ചറൽ തിങ് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ വൺ ഓഫ് ദ സ്ട്രക്ചറൽ തിങ് ആണ് ക്ലാസ്. ക്ലാസ് റെപ്രസെന്റ്സ് a set of objects having similar responsibilities. So ഒരു UML diagram ക്ലാസ്സിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ക്ലാസ് നെയിം, its attributes, operations. അതായത് ഡേറ്റ മെമ്പേഴ്സും ഡേറ്റ ഫങ്ഷൻസുമാണ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓപ്പറേഷൻസ് വെച്ച് ഉദ്ദേശിക്കുന്നത്. Then interface. Interface defines set of operations. But ആ ഓപ്പറേഷൻസ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്ലാസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതും അതിന്റെ ഡെഫിനിഷന് ഒരു മീനിങ് കൊടുക്കുക എന്നുള്ളതും. അപ്പൊ ഈ ഇന്റർഫേസിനെ UML വെച്ച് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. കൊളാബറേഷൻ ഡിഫൈൻസ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എലമെന്റ്സ്. എലമെന്റ്സിലുള്ള ഇന്ററാക്ഷൻസ് ഡിഫൈൻ ചെയ്യാനാണ് കൊളാബറേഷൻ എന്ന സ്ട്രക്ചറൽ തിങ് യൂസ് ചെയ്യുന്നത്. കൊളാബറേഷൻ ഈ ഒരു സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. യൂസ് കേസ്. യൂസ് കേസ് represents a set of actions performed by a system for a specific goal. ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ആക്ഷൻസിനെയാണ് എപ്പോഴും യൂസ് കേസസ് എന്ന് പറയുന്നത്. യൂസ് കേസസ് ഈ ഒരു സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. Again, അടുത്ത സ്ട്രക്ചർ തിങ് ആണ് കോമ്പണന്റ്. കോമ്പണന്റ് ഡിസ്ക്രൈബ്സ് സം ഫിസിക്കൽ പാർട്ട് ഓഫ് എ സിസ്റ്റം. ഫിസിക്കലി നമ്മളുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് കോമ്പണന്റ് എന്ന് പറയുന്നത്. കോമ്പണന്റ്സ് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക. ഈവൻ ഒരു ഹാർഡ്വെയർ കോമ്പണന്റ് ആകാം. ഇതെല്ലാം ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു ഇന്റർഫേസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആവാം. A node can be defined as physical element that exists at runtime. റൺ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ എലമെന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ബട്ട് കോമ്പണന്റ് എപ്പോഴും റൺ ടൈം അല്ലെങ്കിൽ ഡിസൈൻ ടൈം എല്ലാ സമയത്തും കോമ്പണൻസ് യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് റൺ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ എലമെന്റ് ആണ് നോഡ്. ആൻഡ് നോഡ് ഇസ് റെപ്രസെന്റഡ് using the cell, this figure. Next is behavioral things. A behavioral thing consists of dynamic part of UML model. UML model ഒരു dynamic part represent ചെയ്യാനാണ് behavioral things use ചെയ്യുന്നത്. For example, interaction. Interaction is defined as behavior that consists of group of messages exchanged among elements to accomplish a specific task. രണ്ട് എലമെന്റ്സ് തമ്മിൽ ഒരു മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും പല സിറ്റുവേഷനിൽ. അപ്പൊ അങ്ങനത്തെ മെസ്സേജസ് റെപ്രസെന്റ് ചെയ്യാനാണ് ഇന്ററാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആരോ മാർക്ക്, നമ്മൾ എന്ത് മെസ്സേജ് ആണ് സെൻഡ് ചെയ്യേണ്ടത്, അതാണ് ഇന്ററാക്ഷൻ തിങ് ആയിട്ട് UML റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് മെഷീൻ. ഇറ്റ് ഡിഫൈൻസ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഒബ്ജക്ട് ഗോസ് ത്രൂ ഇൻ റെസ്പോൺസ് ടു ഇവന്റ്സ്. ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ചേഞ്ച് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഇന്ററാക്ഷൻസ് കാരണം ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ച് വന്നോ,
അങ്ങനത്തെ സ്റ്റേറ്റ് ചേഞ്ചസ് എല്ലാം റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ സ്റ്റേറ്റ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേറ്റ് മെഷീൻസ് ആർ റെപ്രസെന്റഡ് യൂസിങ് ദിസ് സിമ്പിൾ. Next, grouping things. Grouping things can be defined as a mechanism to group elements of a UML model together. നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു ഡയറക്ടറിക്കകത്ത് ഫോൾഡേഴ്സിനകത്ത് ഫയൽസ് ഓർഗനൈസ് ചെയ്യുന്നതാണ്. പലപ്പോഴും പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പൊ ജാവയൊക്കെ പാക്കേജ് എന്ന കോൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഗ്രൂപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിംഗ് എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിങ് ആണ് ഗ്രൂപ്പിംഗ് തിങ്സ് എന്ന് പറഞ്ഞ തിങ്. And one of the grouping thing is package. Packages are only one grouping thing available for gathering structural and behavioral things. Structural things ഇനെയും behavioral things ഇനെയും ഒന്ന് gather ചെയ്ത് group ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് package. And package is represented using the symbol and UML. Annotation things. And annotations are something to capture remarks, descriptions, comments, അല്ലേ? നമുക്ക് കമന്റ്സ് കൊടുക്കാനും ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനും റിമാർക്സ് കൊടുക്കാനും നമ്മൾ നോർമലി നോട്ടേഷൻസ് യൂസ് ചെയ്യാം. സോ നോട്ടേഷൻസ് UML റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെ ഒരു എലമെന്റിന്റെ ഹെൽപ്പോടെയാണ്. ഇതാണ് നോട്ടേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇൻ UML. Then how relationships can be represented in an UML. Relationship is some other building block which helps to associate elements with each other. അല്ലെ, രണ്ട് എലമെന്റ്സിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാനും അവർ തമ്മിലുള്ള ആ അസോസിയേഷൻ എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്സ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി 4 kinds of relationships ഉണ്ട്. ഡിപെൻഡൻസി, അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് we will see what is dependency. Dependency is a relationship between two things. രണ്ട് എലമെന്റ്സ് തമ്മിൽ, രണ്ട് സ്ട്രക്ചറൽ തിങ്സോ രണ്ട് ബിഹേവിയറൽ തിങ്സോ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് തിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് ഡിപെൻഡൻസി യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് സിമ്പിൾ ആസ് ദിസ്. Association. Association is basically a set of links that connects elements of UML model and it describes how many objects are taking part in the relationship. നമുക്ക് എലമെന്റ്സിനെ ലിങ്ക് ചെയ്യിക്കണം, അതേപോലെ ആ റിലേഷൻഷിപ്പിലെ എത്ര എലമെന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടെന്നും കൂടിയും അറിയണം. അപ്പോഴാണ് അസോസിയേഷൻ എന്ന റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുമ്പോൾ 1 to 1 ആണോ, 1 to many ആണോ, many to many ആണോ, many to 1 ആണോ, അങ്ങനെയും കൂടിയും ഡിസ്ക്രൈബ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് we go for association. Next one, generalization. Generalization can be defined as a relationship which connects a specified element with a generalized element. ഇൻഹെറിറ്റൻസിലൊക്കെയാണ് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് വേണ്ടി വരിക. ജനറലൈസ് ചെയ്യലൊക്കെ വേണ്ടി വരിക. ജനറലൈസേഷനും സ്പെഷ്യലൈസേഷനും ഒക്കെ ചെയ്യാൻ നമ്മൾ ഒരു ഇൻഹെറിറ്റൻസ് കോൺസെപ്റ്റ് വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ ഈ ജനറലൈസേഷന്റെ ഈ ഒരു UML എലമെന്റ് യൂസ് ചെയ്യുന്നത്. And realization. Realization can be defined as relationship in which two elements are connected. ഇവിടെ റിയലൈസേഷനിൽ one element will always describe some responsibility which is not implemented. അപ്പോൾ അത് ആര് ഇംപ്ലിമെന്റ് ചെയ്യണം? അടുത്ത എലമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇന്റർഫേസ് ഒക്കെ പോലെ ഇന്റർഫേസിനകത്ത് നമ്മൾ കുറെ ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ മാത്രം കൊടുക്കും. ആ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്രോഗ്രാം ആണ് ആ ഒരു ഡെഫിനിഷൻ ഒരു എക്സ്പാൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഹൗ ടു ഡിഫൈൻ എന്നെ കുറിച്ചൊക്കെ പറയാനാണ് ഇംപ്ലിമെന്റിംഗ് ക്ലാസ് ആണ്. അപ്പൊ അതേപോലത്തെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് we go for realization element. Few UML diagrams are class diagram, object diagram, use case diagram, sequence diagram, collaboration diagram, activity diagram, state chart diagram, deployment diagram, component diagram, etc. So those are basics of UML. Thank you for watching.